വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Motherandchildworldjeny എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. IVF എന്ന പേര് കേട്ടാലേ കോമൺ ആയി എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ IVF ഇഞ്ചക്ഷനെ ഓർത്താണ്. എന്തിനാണ് IVFൽ ആക്ച്വലി ഈ ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്? ഇത്രയുമൊക്കെ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ? ഇനിയും IVF ചെയ്തിട്ട് പ്രഗ്നൻസി ആയെങ്കിൽ പോലും ഈ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത കാരണം മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ഹെൽത്തിനോ നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ഹെൽത്തിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? ഇനിയും IVF ഒരു പക്ഷേ നെഗറ്റീവ് ആയെങ്കിൽ മുന്നോട്ടുള്ള പ്രഗ്നൻസിയിലും മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിലും ഇത്രയും ഇഞ്ചക്ഷൻസ് നേരത്തെ എടുത്ത കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ഒട്ടും തന്നെ താമസമില്ലാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVFൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇഞ്ചക്ഷൻസും നോർമലി അറിയപ്പെടുന്നത് ഗൊണാഡോട്രോപിൻ ഇഞ്ചക്ഷൻസ് എന്ന പേരിലാണ്. ഈ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്നത് പ്രൈമറിലി 2 കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യത്തേത് അണ്ഡാശയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്. അതുമൂലം കൂടുതൽ ഫോളിക്കിൾസ് ഉണ്ടാകും. ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഷെല്ലാണ്, അതിലാണ് എഗ് ഉണ്ടാവുന്നത്. അതിനെയാണ് ഒവേരിയൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഈ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ കൂടുതൽ എഗ് പ്രൊഡ്യൂസ് ആകും. രണ്ടാമത്തെ പർപ്പസ് ആണ് ഈ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അണ്ടം സമയത്ത് മുമ്പായി പൊട്ടാതിരിക്കാൻ നമ്മൾക്ക് എപ്പോൾ വേണം, അല്ലെങ്കിൽ നാച്ചുറലി നമ്മുടെ ബോഡി ഈ ഒരു കാര്യത്തിന് പ്രിപ്പയർഡ് ആണ്, അപ്പോൾ മാത്രം നമുക്ക് ആർട്ടിഫിഷ്യലി ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യും. അതിനെ നമ്മൾ ഡൗൺ റെഗുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻലി ഈ 2 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. IVFൽ ഈ ഇഞ്ചക്ഷൻസ് ഏകദേശം 10 തൊട്ട് 14 ദിവസം വരെയൊക്കെ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ വർഷമായിട്ട് IVFൻ്റെ പ്രോസസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വർഷങ്ങൾ പോകുന്തോറും ഈ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ട ദിവസങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റഡീസിൽ IVF ഇഞ്ചക്ഷൻ ഒരു പെയിൻഫുൾ ആകാതിരിക്കാൻ ഒരുപാട് റിസർച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വേറെ ഡ്രഗ് ഡെലിവറി സിസ്റ്റം വന്നു കഴിഞ്ഞു. ഈ ഇഞ്ചക്ഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേറെ ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ട്, വേറെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡേയ്സ് കൊണ്ട് തന്നെ ഈ ഇഞ്ചക്ഷൻസ് കൊണ്ട് ഗൊണാഡോട്രോപിൻസ് യൂസ് ചെയ്ത് കിട്ടുന്ന അതേ റിസൾട്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമതായി ഡ്രഗ് ഡെലിവറി സിസ്റ്റം ചേഞ്ച് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ തരത്തിലുള്ള പെൻ യൂസ് ചെയ്ത് ഇഞ്ചക്ഷൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പെയിൻ വളരെ മൈൽഡായിട്ടേ കാണുള്ളൂ, ഒരു കൊതുക് കടിക്കും പോലെ. അപ്പോൾ തന്നെ ഇഞ്ചക്ഷൻസ് എടുക്കുന്നതുകൊണ്ടുള്ള പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചക്ഷൻസ് എടുക്കുന്നതുകൊണ്ടുള്ള വേദനയെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ടയോ ടെൻഷൻ ആവേണ്ടയോ കാര്യമില്ല. നെക്സ്റ്റ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഇത്രയും ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ മുന്നോട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്ന്. നോർമലി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഇഞ്ചക്ഷൻസ് എടുത്ത് കൂടുതൽ എഗ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓവറീസിലുള്ള എഗ് എളുപ്പം തീർന്നു പോകുമല്ലോ എന്ന്. പക്ഷേ അതല്ല സത്യം. എല്ലാ മാസവും ഓവറീസിൽ കുറച്ച് ഫോളിക്കിൾസിന്റെ റിക്രൂട്ട്മെന്റ് നടക്കും. നമ്മുടെ ബ്രെയിൻസിൽ നിന്നുള്ള ഒരുപാട് ഹോർമോൺസ് കാരണം ആ റിക്രൂട്ടഡ് ഫോളിക്കിൾസിൽ നിന്ന് 1-2 ആയിരിക്കും കറക്റ്റ് ഫോം ആകുന്നത്. ബാക്കിയെല്ലാം തന്നെ നശിച്ചു പോകും. പക്ഷേ IVFൽ ആ ഇഞ്ചക്ഷൻസ് എടുത്ത് റിക്രൂട്ടായ എല്ലാ ഫോളിക്കിൾസിനെയും നശിക്കാതെ നമ്മൾ എല്ലാം തന്നെ കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യിച്ചെടുക്കും. ആ ഡെവലപ്ഡ് ഫോളിക്കിൾസിൽ നിന്നാണ് നമ്മൾ എഗ് എടുത്ത് IVFൻ്റെ സക്സസ് റേറ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇതൊരു മിഥ്യാധാരണ തന്നെയാണ് ഓവറീസിൽ നിന്ന് കൂടുതൽ എഗ് എടുത്ത് എഗ്ഗിനെ മുഴുവൻ തീർക്കും എന്നുള്ള കാര്യം. അപ്പോൾ അത് കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ ഇഞ്ചക്ഷൻസ് എടുത്തില്ല എങ്കിൽ പോലും ഫോളിക്കിൾസ് ഫോം ആകും. പക്ഷെ 1-2 ഡെവലപ്പ് ആയിട്ട് ബാക്കി എല്ലാം തന്നെ നശിച്ചു പോകാറാണ് പതിവ്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്ത്
വേസ്റ്റ് ആകാൻ പോകുന്ന ഫോളിക്കിൾസിനെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുമൂലം നമുക്ക് IVFൻ്റെ സക്സസ് റേറ്റ് കൂട്ടാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ഡൗട്ടാണ്, ഇത്രയും ഇഞ്ചെക്ഷൻസ് എടുക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ അണ്ഡാശയ ക്യാൻസർ ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അതും ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഈ ഇഞ്ചെക്ഷൻസ് കാരണം ക്യാൻസർ ഉണ്ടാവില്ല. ഈ ഗൊണാഡോട്രോഫിൻ ഇഞ്ചെക്ഷൻസ് നല്ല ഡോക്ടേഴ്സിൻ്റെ നല്ല ക്ലിനിക്സിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ എടുക്കുവാണെങ്കിൽ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. IVFൽ ഗൊണാഡോട്രോഫിൻ ഇഞ്ചെക്ഷൻ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ ഈ ഇഞ്ചെക്ഷൻസ് എല്ലാം തന്നെ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം. നമ്മൾ എടുക്കുന്ന ഡോസേജ് കൂടുതൽ ആണെങ്കിലോ നിങ്ങളുടെ ശരീരത്തിലുള്ള സെൻസിറ്റിവിറ്റി കാരണമോ ചിലപ്പോൾ ഒരുപാട് എഗ്സ് ഉണ്ടാവുന്ന കാരണം നിങ്ങളുടെ ബോഡിയിൽ കുറച്ച് റിയാക്ഷൻസ് ഉണ്ടാവും. അതാണ് ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടൈമിൽ വേറെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് വേറെ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പ്രാക്ടിക്കലി ഈ ഇഞ്ചെക്ഷൻസ് കറക്റ്റായിട്ട് എടുത്താൽ ഇതുകൊണ്ട് അഡ്വാൻറ്റേജസ് മാത്രമാണ് ഉള്ളത്, ഡിസഡ്വാൻറ്റേജസ് ഇല്ല എന്ന് തന്നെ പറയാം. ശരിയായ ഗൈഡൻസും വേണം, ശരിയായ ഡോസും എടുക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല കമ്പനിയുടെ ഇഞ്ചെക്ഷൻ, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ, പെൻ ഡെലിവറി ഇഞ്ചെക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേദനയും മാക്സിമം നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ ഇഞ്ചെക്ഷൻസ് പ്രോപ്പർ സമയത്ത് പ്രോപ്പർ ഡോസേജിൽ പ്രോപ്പർ ഗൈഡൻസിൽ എടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഇഞ്ചെക്ഷൻ എടുത്തില്ലെങ്കിൽ അതിന് അഡ്വാൻറ്റേജിന് പകരം ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകും. അപ്പോൾ പ്ലീസ് നിങ്ങളുടെ ഇഞ്ചെക്ഷൻ്റെ ഡോസും ഷെഡ്യൂൾഡ് ടൈമും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ IVF ഇഞ്ചെക്ഷൻസ് നിങ്ങൾക്ക് അത്ര വലിയ തലവേദനയായിട്ട് മാറില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരും IVFനെ പറ്റി ഓർത്തോ, IVF ഇഞ്ചെക്ഷനെ പറ്റി ഓർത്തോ, IVF ഇഞ്ചെക്ഷൻസ് കൊണ്ടുണ്ടാവുന്ന പെയിനെ പറ്റി ഓർത്തോ, സൈഡ് എഫക്ട്സിനെ പറ്റി ഓർത്തോ, കോംപ്ലിക്കേഷൻസിനെ പറ്റി ഓർത്തോ ഒന്നും പേടിക്കേണ്ടിയോ ടെൻഷൻ ആവേണ്ടിയോ കാര്യമില്ല. അപ്പോൾ IVF ഇഞ്ചെക്ഷനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. IVF ഇഞ്ചെക്ഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 വീഡിയോ നമ്മൾ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇത് മൂന്നിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്ന നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. God bless you dears.